എന്ന് പറയും. എബ്രായ ഭാഷയിൽ സിറാഹ് എന്നാണ് പറയുന്നത്. ഹൈമനോപ്റ്ററ എന്ന ഓർഡറിൽ പെടുന്ന അപകടകാരിയായ ഒരു ഷഡ്പദമാണ്. ഉറുമ്പുകളും തേനീച്ചകളും ഈ ഓർഡറിൽ പെടുന്നുണ്ട്. കടന്നലിന് ദംശനാവയവങ്ങളും ശൃംഗികളും ഉണ്ട്. കടന്നലിന് ഉപയോഗിക്കുന്ന എബ്രായ പദത്തിൻ്റെ അർത്ഥം കുത്തുന്നത് എന്നാണ്. കടന്നലിൻ്റെ അർത്ഥവും കഠിനമായി തല്ലുന്നത് അഥവാ കുത്തുന്നത് എന്നാണ്. കടന്തല്, കടന്നൽ, കടുന്നൽ എന്നൊക്കെ പറയാറുണ്ട്. പലസ്തീനിൽ പലയിനം കടന്നലുകളുണ്ട്. കടന്നലിനെക്കുറിച്ച് 3 പരാമർശങ്ങൾ ബൈബിളിലുണ്ട്. പുറപ്പാട് പുസ്തകം 23:28, ആവർത്തനം 7:20, യോശുവ 24:12. ഇസ്രായേലിൻ്റെ ശത്രുക്കൾക്ക് നേരെ ദൈവം അയക്കുന്ന ബാധയാണ് കടന്നൽ. മേൽപ്പറഞ്ഞ വേദഭാഗങ്ങളിലെ കടന്നൽ ആക്ഷരികമോ ആലങ്കാരികമോ എന്നതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസവുമുണ്ട്. പുറപ്പാട് 23:28 ഞാൻ നിനക്ക് മുമ്പായി കടന്നലിനെ അയക്കുമെന്നത് ആക്ഷരികമായി വ്യാഖ്യാനിക്കേണ്ടത് തന്നെയാണ്. കുതിരകളെയും കന്നുകാലികളെയും കടന്നലുകളും തേനീച്ചകളും കുത്തി വിരളി പിടിപ്പിച്ച് ഓടിച്ചതിൻ്റെ പല ദൃഷ്ടാന്തങ്ങളുണ്ട്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടന്നലിനെ അയച്ചു, അത് നിങ്ങളുടെ മുമ്പിൽ നിന്ന് അമ്മോന്യരുടെ ആ 2 രാജാക്കന്മാരെ ഓടിച്ചു കളഞ്ഞു. യോശുവ 24:12. ഈ വാക്യത്തിലെ കടന്നൽ കനാനിലെ ഈജിപ്ഷ്യൻ അഥവാ മിസ്രയീം സാമ്രാജ്യത്തെ കുറിക്കുന്നുവെന്നൊരു വ്യാഖ്യാനവുമുണ്ട്. പക്ഷേ പ്രസ്തുത വ്യാഖ്യാനം സർവാദൃതമല്ല.